ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ ചെയ്ത് കാണിക്കുന്നത് ഇതാണ്. ഇത് നമ്മളെ മൊബൈൽ ചാർജറാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ നമുക്ക് LED വർക്ക് ചെയ്യിക്കാന്നുള്ള വീഡിയോ ചെയ്യാൻ പോകുന്നത് ഞാനുണ്ട്. അതായത് LED അടിച്ചു പോരാ, അടിച്ചു പോകാതെ നമുക്ക് സുഖമായിട്ട് നമുക്ക് വർക്ക് ചെയ്യിച്ചെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടി മാത്രം ചെയ്ത വീഡിയോസാണ് കേട്ടോ. ഇത് അധികം പേർക്ക് അറിയാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി വീഡിയോ ചെയ്ത ഞാനുണ്ടോ. അപ്പോൾ അത് നമുക്ക് ഞാൻ വീഡിയോ കണ്ടു നോക്കിയാലോ നമുക്ക്. ഓക്കെ, അപ്പം നമ്മൾ ഏത് കമ്പനീൻ്റെ മൊബൈൽ ചാർജർ എടുത്ത് കഴിഞ്ഞാലും 5 വോൾട്ടേജ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിപ്പം MIൻ്റെ ചാർജറാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ഇവിടെ സൂം ചെയ്ത് തന്നെ കാണിച്ചു തരാം. ഇതാണ് നിങ്ങൾ ഔട്ട്പുട്ട് 5 വോൾട്ട് കണ്ടോ, 5 വോൾട്ട്. ഇത് ശരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ LED വരുന്നത് പിന്നെ 3 വോൾട്ട് വരിക. അപ്പോൾ ഇത് 5 വോൾട്ട് ആകുമ്പോൾ നമ്മൾ LED ഫീസായി പോകും കണ്ടല്ലേ. അപ്പോൾ ഇത് 5 വോൾട്ട്. അതേമാതിരി തന്നെ ഇത് വേറെ ചാർജറാണ്. ഇതൊക്കെ വരുന്നത് 5 വോൾട്ട്. ഈ ഫോണിന്റെ ഏത് ചാർജർ എടുത്താലും 5 വോൾട്ടേ വരട്ടെ. മൊബൈൽ ചാർജർ എടുത്ത് കഴിഞ്ഞാൽ 5 വോൾട്ടേ വരുള്ളൂ. ഇതിനൊക്കെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. എന്താണ് ഇത് 5 വോൾട്ടാണ് ആണോ. ഇതേപോലെ ലോക്കൽ ചാർജറാണ്. ഇതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ 5 വോൾട്ടേ വരെ കണ്ടല്ലേ, 5 വോൾട്ട് കണ്ടോ. അപ്പൊ ഇങ്ങനെ ചാർജർ വരും കണ്ടല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഇത് നമ്മൾ ഫോണിന്റെ ചാർജറാണ് കാണുന്നത്. ഇത് C ടൈപ്പ് കേബിളാണ് കാണുന്നത്. പിന്നെ കാണുന്നത് സാധാ പഴയ മോഡല് പിന്നെ കണ്ടല്ലേ. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പിന്നെ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതേമാതിരി പിന്നെ വാങ്ങാൻ കിട്ടും നമുക്ക് അല്ലേ. 10 രൂപ റേറ്റ് വരുന്നുണ്ടോ. ഇത് നമ്മളെ ഇതിൻ്റെ പിന്നാണ് ഈ കാണുന്നത്. സാധാ പഴയ മോഡൽ ചാർജർ ഇതാ, അതിന് പിന്നാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിങ്ങനെ കൊടുത്താൽ മതി. അതേമാതിരി തന്നെ ഇത് നമ്മളെ C ടൈപ്പ് പിന്നാണ്. ഇതിനൊക്കെ ഇങ്ങനത്തെ പിന്നെ വാങ്ങാൻ കിട്ടും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കേബിൾ നമുക്ക് കട്ട് ചെയ്യണ്ട കണ്ടല്ലേ. അപ്പം അങ്ങനെ നേരെ ഇതിമ്പോൾ നമുക്ക് വയറ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒഴിവാക്കി പഴയ കേബിളാണെങ്കിൽ എന്താ പഴയ കേബിളാണ് ഇങ്ങനെ കട്ട് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 വയറുണ്ടാവും ഇതിൽ. അതായത് ഇതിൽ 2 വയറ് കട്ട് ചെയ്തതാണ്. അതായത് 4 വയറിൽ 1 ഗ്രീനുണ്ട് കണ്ടോ, ബാക്കി കട്ടി പോയതാണ്. 1 ഗ്രീൻ ഉണ്ട്, പിന്നെ 1 ഇതിൽ യെല്ലോ ഉള്ളത് കണ്ടോ, പിന്നെ 1 റെഡും ബ്ലാക്കും. അപ്പോൾ ഇതിന് നമുക്ക് റെഡും ബ്ലാക്കും വയർ മാത്രം മതി. നമുക്ക് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് ഒഴിവാക്കട്ടോ. ചിലപ്പോൾ ഈ ഗ്രീന് പകരം ചിലത് വൈറ്റേ കയറും, അങ്ങനെയൊക്കെ ഉണ്ടാവും. നമുക്ക് റെഡും ബ്ലാക്കും മാത്രം നോക്കിയാൽ മതി നമുക്ക് കേട്ടോ. അങ്ങനെ അപ്പം നമുക്ക് പിന്നെ നമുക്കൊന്ന് കേബിൾ റെഡി നമുക്ക് നോക്കണ്ടേ. അപ്പം അത് കട്ട് ചെയ്ത കേബിളാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ നിന്ന് കുത്തിയാലും ചാർജ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് എത്ര വരുന്നതെന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ മൾട്ടിമീറ്റർ. അപ്പോൾ നമ്മൾ 20ലേക്ക് നമുക്ക് കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ കണ്ടില്ലേ. അപ്പോൾ ഇന്നലെ എന്ത് ചെയ്യാം, ഇതിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ചാർജർ ഓണാക്കിന് കേട്ടോ. ഇനി നമുക്ക് എന്താ റെഡും കൊടുക്കുക, ബ്ലാക്കും കൊടുക്കുക കണ്ടില്ലേ. 5 വോൾട്ട് 5.25 23 ഒക്കെ ഇതാ കണ്ടോ അങ്ങനെ. അപ്പം 5 വോൾട്ടാണ് ഇത് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതാണ് നമ്മൾ LED കണ്ടല്ലോ. നമുക്ക് ഏത് കാർ എടുത്തു കഴിഞ്ഞാലും പിന്നെ അതേമാതിരി ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് 2 കാലാണ് ഉണ്ടായത്. ഒന്ന് കുറച്ച് നീളം കൂടുതലേക്കാറ്. ഈ നീളം കൂടിയ കാലം പോസിറ്റീവ് വരും ഇങ്ങനെ കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കട്ടായി പോയ LED ആണെങ്കിൽ ഉള്ളിൽ നോക്കിയാൽ മനസ്സിലാവും, പിന്നെ ഇതിനുള്ളിൽ കാണില്ല. ഞാൻ അറിഞ്ഞപ്പോൾ ഈ പോസിറ്റീവിൻ്റെ കാലാണ് ഇവിടെ വണ്ണം കുറഞ്ഞിട്ട് വരും കേട്ടോ. ഞാൻ ഇത് സംഗതിയൊക്കെ മനസ്സിലായി, വലുത് കാണിച്ചു തരാം. നോക്കി കണ്ടല്ലേ, ഇത് കണ്ടോ ഇതാ സംഭവം കേട്ടോ. ഈ നീളം കൂടിയ കാലാണ് ഇത് വരുന്നത്. ഈ നീളം കൂടിയ കാല് പോസിറ്റീവ് വരുമ്പോൾ ഇതോടെ വണ്ണം കുറവേ കയറും, ഈ വണ്ണം കൂടി നെഗറ്റീവായിട്ട് വരും അങ്ങനെ കണ്ടല്ലേ. അപ്പം നമുക്ക് ഒന്ന് വർക്ക് ചെയ്ത് നോക്കിയാലോ നമുക്ക് കേട്ടോ. അപ്പോൾ ആദ്യം റെഡ് LED നമുക്ക് എന്താ അവിടെ സോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പോസിറ്റീവിന് കാലം എന്ത് ചെയ്യാം, നമുക്ക് റൈസറോടെ സോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ റൈസറിൻ്റെ നമ്പർ പറഞ്ഞ റൈസർ നമ്പർ 100 ഹോംസാണ് റൈസർ വരുന്നത് കേട്ടോ. അപ്പോൾ റൈസറിൻ്റെ കളർ കോഡ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഫസ്റ്റ് വരുന്നതാണ് ബ്രൗണ്, ബ്ലാക്ക്, ബ്രൗണ്, ഗോൾഡ് കണ്ടല്ലേ. 100 ഹോംസാണ് ഇതിന് നമ്പർ വരുന്നത് കേട്ടോ. അപ്പോൾ റൈസർ എങ്ങനെ നമുക്ക് സോൾഡ് ചെയ്ത് കൊടുക്കാം, എങ്ങനെയും കൊടുക്കുക. ഇനി ഇത് തിരിഞ്ഞു വെച്ച് കുഴപ്പമില്ല, ഇത് എങ്ങനെ നമുക്ക് സോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
നിങ്ങൾ നമ്മളെ പിന്നെ റൈസോടെ സോൾഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ ഈ റൈസിന് കാല് കട്ട് ചെയ്താണ് ജസ്റ്റ് കയറ്റി കൊടുത്താൽ മതി കേട്ടോ. അന്നത് രണ്ടും ഒപ്പായി കിട്ടും. ഞാൻ കൂടി ചെയ്യാൻ വേണമെങ്കിൽ ചെയ്ത് ഞാൻ കേട്ടോ. അങ്ങനെ അപ്പൊ ഇനി നമ്മൾ വർക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇത് ചാർജർ ഓൺ ആണ് കേട്ടോ അവിടെ. അപ്പം ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. കണ്ടോക്കി, കണ്ടോ LED സുന്ദരമായിട്ട് വർക്ക് ചെയ്യുക. LED ഫീസാണ് പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. കണ്ടില്ലേ? ഇനി ഇതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏത് കളർ നമുക്ക് കൊടുക്കാം. ഇനി അവിടെ കൊടുക്കാൻ പോകുന്നത് മൾട്ടി കളറാണ് കേട്ടോ. ഇത് മിന്നി കത്തുന്ന മൾട്ടി LED ആണ് കാണുന്നത്. അപ്പൊ ഇത് നമുക്ക് ആദ്യമേ ചെയ്തെടുക്കാം നമുക്ക്. അപ്പൊ കണ്ടല്ലേ, അപ്പൊ അത് നമ്മൾ സോൾവ് കൊടുത്തു. അപ്പൊ നേരത്തെ ചെയ്ത മാതിരി എന്ത് ചെയ്യാ, ഇത് നെഗറ്റീവും കൊടുക്കുക, ഇത് പോസിറ്റീവും കൊടുക്കുക. ആണ് നിങ്ങള് അങ്ങനെ സംഭവം സ്റ്റാറാണ് കണ്ടല്ലേ. കണ്ടില്ലേ എങ്ങനെ സംഭവം സ്റ്റാറുണ്ടല്ലേ, അടിപൊളി. എന്ത് രസമാണ് കാണാനായിട്ട്. ഇത് നമ്മൾ റൂമിലത്തെ ലൈറ്റ് വേറെ ലൈറ്റ് കാണുന്നത് നിങ്ങള്. ഇത് നമ്മൾ റൂമിൽ സെറ്റ് ചെയ്ത് വേറെ ലൈറ്റാണ് കാണുന്നത്. കണ്ടോ? അപ്പൊ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട ദിവസം ലൈക്ക് നിങ്ങളുടെ ഇപ്പം കമന്റിൽ അറിയിക്കുക. അപ്പം ആദ്യം ചാനൽ കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടത് ബെല്ലൈക്കൻ ഓണാക്കിയാൽ ഞാൻ ഇതേമാതിരിക്കുള്ള പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിരന്തരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ ഫ്രണ്ട്സ്, അടുത്തൊരു കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.